ഇത്തരം ഒരു ക്ഷേത്രത്തിൽ ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. കാര്യം ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രാങ്കണം. ഭയങ്കരമായിട്ട് വ്യത്യസ്തമായ അനുഭവമല്ലേ ഇത്. ഒരു ഐലൻഡ്, പൊന്നുംതുരുത്ത്, അതിൻ്റെ ഉള്ളിലൊരു വളരെ പഴക്കം ചെന്ന ഒരു ശിവക്ഷേത്രം ഒക്കെ. പ്രധാന നടയിൽ ശിവപാർവതി സങ്കല്പമാണ്. ശിവപാർവതി, തൊട്ടടുത്ത് തന്നെ മഹാവിഷ്ണു. പിന്നെ സാധാരണ ശിവക്ഷേത്രത്തിലെ പോലെ തന്നെ നന്ദിയുണ്ട്, ബലിപീഠമുണ്ട്, ദ്വാരപാലകരുണ്ട്. ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡിൽ എപ്പോഴും ദ്വാരപാലകരുണ്ടാവുമല്ലോ. ദ്വാരപാലകർ ഈ നമ്മളുടെ ശ്രീകോവിലിനെ കാത്തു സൂക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനൊരു ഐലൻഡ് ക്ഷേത്രമായതുകൊണ്ട്, ഒരു ദ്വീപിനകത്തുള്ള ഒരു വളരെ പഴക്കം ചെന്നൊരു പുരാതന ക്ഷേത്രമായതുകൊണ്ട്, പ്രതിഷ്ഠ ആയതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാവ് ഉണ്ടാക്കുന്നതാണ്. ഇവിടെയും ഒരു കാവുണ്ട്. അപ്പോൾ നാഗരുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ കാവിൻ്റെ ഭാഗത്തേക്ക് പോകും. അങ്ങനെ പൊന്നന്തുരത്തിലെ 3 മഹാക്ഷേത്രങ്ങളും നമ്മൾ കണ്ടു. അവിടുത്തെ ഭഗവാന്മാരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അവിടുന്ന് താഴേക്ക് ഇങ്ങനെ നടന്നു വന്നാൽ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ള കാവിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇവിടെ നാഗരാജാവും നാഗയക്ഷിയും 2 പ്രതിഷ്ഠകളുണ്ട്. ഇത് പണ്ട് വലിയൊരു കാവ് തന്നെ ആയിരുന്നിരിക്കണം. ഇപ്പോൾ കുറേ മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ഒന്ന് എന്താ പറയുക വെട്ടിമിനുക്കി കുറച്ചുകൂടി ആ ഒരു വെളിച്ചം കൊണ്ടുവന്നതാണ്. സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പല സ്ഥലങ്ങളിലെയും കാവുകൾ. കാവെന്ന് പറയുമ്പോൾ ഒരു ഈ പണ്ടത്തെ കാലം തൊട്ട് ഇപ്പം നമ്മളുടെ ഈ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ ഗ്രാമങ്ങളിലാണല്ലോ നമ്മളുടെ എല്ലാം ഒരു വീട് അല്ലെങ്കിൽ കുടുംബം എന്നൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ. ഇപ്പം നാഗരിക സംസ്കാരമൊക്കെ വരുന്നതിന് മുമ്പ് അപ്പോൾ കാവെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടൊരു കാവുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒരു വലിയൊരു കാവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാഗരാജാവ്, നാഗയക്ഷി. അപ്പോൾ കാവെന്ന് പറയുമ്പോൾ വലിയ വലിയ മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, പിന്നെ സർപ്പത്തിനെയൊക്കെ നമ്മൾ നേച്ചർ വർഷിപ്പിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ സർപ്പം എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പക്ഷി മൃഗാദികളെയും ഇഴജന്തുക്കളെയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഭഗവാൻ എന്നുള്ള സങ്കല്പമാണ് സർപ്പം. അതുകൊണ്ട് തന്നെയാണ് കാവുകളിൽ വസിക്കുന്ന സർപ്പ ദൈവങ്ങളായി കണ്ട് പാല് കൊടുക്കുക. പാലും ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്. മഞ്ഞൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ വളരെ തെളിഞ്ഞ ഒരു കാവ് പ്രദേശമാണ്. കുറേ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇത് ധാരാളം ആൾക്കാർ സിറ്റിയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ. ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാവിൻ്റെ ഒരു ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കാവിൻ്റെ ഭാഗമായിരുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ നാഗരാജാവ്, നാഗയക്ഷി, അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും അതുപോലെ തന്നെ നാഗരാജാവും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠ. ഇവിടെ 2 ഭാഗത്തായിട്ടും നാഗരാജാവും നാഗയക്ഷിയും 2 പ്രതിഷ്ഠ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു അന്വേഷണത്തിന് കിട്ടിയ ഉത്തരം എന്താ വെച്ചാൽ, ഒന്ന് ശിവഭഗവാന്റെ സങ്കല്പവും ഒന്ന് മഹാവിഷ്ണുവിൻ്റെ സങ്കല്പവും എന്നാണ്. കാര്യം ഇപ്പോൾ ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊരു വലിയ ആലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അതെല്ലാം നശിച്ചുപോയി. അപ്പോൾ കാവിൻ്റെ പല വലിയ മരങ്ങളും ഇപ്പോഴിവിടെ ഇല്ല. പിന്നെ എല്ലാ ആയില്യത്തിനും ഇവിടെ നാഗരൂട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഭക്തജനങ്ങൾ ഇവിടെ വരുന്നു. പിന്നെ ആയില്യം ദിവസങ്ങളിൽ ഇപ്പം അന്നദാനം, പിന്നെ ശിവരാത്രിക്കും ഇവിടെ അന്നദാനവും ഒക്കെ വലിയ വിശേഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 നാഗഭഗവാന്മാരുടെ ആ പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. അപ്പോൾ നമുക്ക് ക്ഷേത്രക്കുളത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ നാഗരാജ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നാഗരാജാവ്, നാഗയക്ഷി അടുത്ത് തന്നെയാണ് ക്ഷേത്രക്കുളം. കണ്ടില്ലേ, അധികം ആഴമൊന്നുമില്ല ഈ കുളത്തിന്.
വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു. കാര്യം ഇലകൾ കരിയിലകൾ വീഴാതിരിക്കാൻ ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴിങ്ങനെ ചുറ്റും അതിലൊക്കെ ആയിട്ട് സംരക്ഷിതമായിട്ടുണ്ട്. പക്ഷേ ഇത് പണ്ടത്തെ കാലത്ത് ഇതൊരു സാധാരണ ഒരു കുളമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം. കാര്യം എപ്പോഴും അങ്ങനെയാണല്ലോ, കാവുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചൊരു കുളവും ഉണ്ടാകും. അപ്പോൾ കുളത്തിൽ കുറേ പിന്നെ ജലത്തിൽ ജീവിക്കുന്ന കുറേ ജീവജാലങ്ങൾ, കാവിനകത്ത് കുറേ കിളികളും ഇഴജന്തുക്കളും, അങ്ങനെ കുറേ അതന്നെയല്ല. അപ്പോൾ എന്താ പറയുക, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്ന ആ സങ്കല്പം എല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ സംരക്ഷിച്ചിരുന്ന സ്ഥലങ്ങളും കൂടിയാണ് ഈ കാവും കുളവും ഒക്കെ പണ്ടത്തെ കാലത്തെല്ലാം. പണ്ടത്തെ എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരുടെ കാലത്തൊക്കെ അന്നത്തെ ഒരു ഇക്കോളജിക്കൽ ബാലൻസ് അങ്ങനെയാണ് നടന്നിരുന്നതെന്നാണ് പറയുന്നത്. അന്ന് നാഗരികതയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഗ്രാമീണമായ കാഴ്ചകളുടെ ഭാഗമാണ് തറവാടുകളിലെ ക്ഷേത്രക്കുളങ്ങളും കാവും ചെറിയ ചെറിയ എന്താ പറയുക കുടുംബക്ഷേത്രങ്ങളും ഒക്കെ. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ, അതായത് നമ്മളുടെ ഈ തുരുത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം ആ പഴയ സങ്കല്പത്തിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ കായലിൻ്റെ അകത്ത് ഏതാണ്ട് ഇപ്പോൾ ബോർഡറായി. നമ്മൾ വീണ്ടും വന്ന് കറങ്ങി ഇപ്പുറത്തെ സൈഡിലെത്തി കഴിഞ്ഞു. കണ്ടില്ലേ, ക്ഷേത്രം നമ്മൾ വന്നിറങ്ങിയ കടവിൽ നിന്നും നടന്ന് ക്ഷേത്രഭാഗത്ത് കയറി ക്ഷേത്രം മുഴുവൻ കണ്ട് ചുറ്റി നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ദ്വീപിൻ്റെ മറ്റേ അറ്റത്തെത്തി കഴിഞ്ഞപ്പോൾ കാണുന്നത് കായൽ.